എല്ലാവർക്കും നമ്മുടെ പുതിയൊരു തുടക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ടിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് കരുതി. ഫുഡ് കൺട്രോൾ ചെയ്യണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടില്ല, ചെറിയ രീതിയിലാണ്, അത് കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി നമുക്ക് വർക്കൗട്ട്സ് ആദ്യം തുടങ്ങാം. ആദ്യം ബോഡി ഒന്ന് സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ ഒന്ന് വരട്ടെ, വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫുഡ് കൺട്രോൾ അല്ലെങ്കിൽ ഡയറ്റ് പാറ്റേൺ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് എയറോബിക്സും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈക്ലിങ്ങും ചെയ്യാം. അപ്പം എയറോബിക്സിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ കിതച്ച് ചാകുന്നത് നിങ്ങൾക്കും ഒരു ഡിസ്റ്റർബൻസ് ആവും, എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടിട്ട് നമുക്ക് വോയിസ് ഓവറിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അന്നേരം അപ്പം നമുക്ക് സമയമായി, ഇനിയിപ്പോൾ നമ്മൾ ഇനി ലേറ്റ് ആവേണ്ട ആവശ്യമില്ല, ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ബോറായി പോവും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി താഴ്ത്തുനിന്ന് ഏകദേശം ഒന്ന് ജോഗ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. താഴ്ത്തുനിന്നും ജോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ആ വാമപ്പ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കരുതി വീഡിയോ എടുക്കാം. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും, അതുകൊണ്ടിട്ടാണ് ഞാൻ താഴ്ന്ന് ജോഗ് ചെയ്തത്. അതുകൊണ്ട് വാമപ്പ് സെക്ഷൻ ഞാൻ ചെയ്യുന്നില്ല. വാമപ്പ് സെക്ഷനായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, ഇങ്ങനെ പതുക്കെ ജോഗ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടല്ല, ലൈറ്റായിട്ട് ജോഗ് ചെയ്ത് കൊടുത്താലും മതി. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഓരോരുത്തരുടെ ബോഡി യൂണീക്കല്ലേ, എനിക്ക് ഇങ്ങനത്തെ പാറ്റേൺ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ആദ്യത്തെ ഞാൻ അപ്പർ ബോഡിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പർ ബോഡിയുടെ ഒരു നമ്മുടെ കൈകൾക്ക് വേണ്ടിയിട്ട്, ആംസിന് വേണ്ടിയിട്ട്. അപ്പം ആം ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു എക്സസൈസാണ് ആം സിസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, കത്രികയുടെ പോലെ പോകുന്നത് കണ്ടില്ലേ? ഇങ്ങനെ ഞാനീ ചെയ്തതൊന്നും അല്ല, ഒരു 30 കൗണ്ടെങ്കിലും നമ്മൾ ചെയ്യണം. ഒരു സെറ്റിൽ 30 അല്ലെങ്കിൽ 10 ഒരു സെറ്റിൽ 10 കൗണ്ട് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. എഫക്റ്റീവാണ് കേട്ടോ. പെട്ടെന്ന് ആയതുകൊണ്ടിട്ട് ഇപ്പം നമ്മളുടെ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പം ഞാൻ കുറച്ച് ചെയ്തേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം ആം സിസേഴ്സ് ആം ഫാറ്റ് കുറയ്ക്കാൻ, ആം ഫാറ്റും അതുപോലെ ബാക്ക് ഫാറ്റും. ഇതും ആം ഫാറ്റിനും ബാക്ക് ഫാറ്റിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്സ്, നമ്മുടെ 2 ആംസും നമ്മളുടെ പറവയുടെ പോലെ ഇങ്ങനെ നമുക്ക് ചിറക് വെച്ച പോലെ അങ്ങോട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഒരുവിധം ഈസി ആയിട്ട് തന്നെ നല്ല രീതിയിൽ അത് മൂവ് ചെയ്ത് കൊടുത്തോളൂ. ഇതും നമ്മളുടെ ബാക്ക് ഫാറ്റിനും ആം ഫാറ്റിനും നല്ലതാണ്. ബാക്ക് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ ഫാറ്റില്ലേ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ കൈയുടെ ബാക്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കത്തില്ലേ, ആ ഫാറ്റിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനും നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ജോഗ് ചെയ്ത് കൊടുക്കുക. വേറെ എക്സസൈസ് ചെയ്യാൻ നമുക്കിപ്പോൾ സ്റ്റാമിന പെട്ടെന്ന് എനിക്ക് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളായി വീട്ടിൽ നിന്ന് ചെയ്യുമ്പം കണ്ടിന്യൂസ്ലി ആംസിൻ്റെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പകരം യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ പോലെ ഞാൻ അങ്ങോട്ട് ജോഗ് ചെയ്ത് കൊടുക്കും. അപ്പം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ. അടുത്ത എക്സസൈസാണ് ഫുൾ ആം സ്ട്രെച്ചിങ്. ഫുൾ ആം സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾ സൈഡിലോട്ടും അതേപോലെ തന്നെ മുകളിലേക്കും നമ്മുടെ 2 കൈകളും ഇങ്ങനെ നല്ല ഫോഴ്സോടെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഒരു മയത്തിനൊക്കെ ചെയ്യുക കേട്ടോ ആദ്യം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉളുക്കിപ്പോവും. അതും 30 കൗണ്ട് തന്നെ ചെയ്യാൻ നോക്കുക, സൈഡിലേക്കും മുകളിലേക്കും. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആകെ 5-6 ചെയ്തുള്ളൂ. നമുക്ക് പതിയെ നമുക്ക് സ്റ്റാമിന കൂട്ടിക്കൊണ്ടും വരാം. ബിഗിനേഴ്സൊക്കെ വേണമെങ്കിൽ കൂടിക്കോളൂ, രസമല്ലേ. എന്നിട്ട് നമ്മളത് പിന്നെയും ജോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോഗിങ് ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല, പക്ഷേ നമ്മൾ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സൽ റിഡക്ഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ ഓവറോൾ നമ്മുടെ വെയിറ്റ് പതിയെ കുറഞ്ഞോളും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംസ് തന്നെ ഫുൾ ആം സ്ട്രെച്ചിങ്. നേരത്തെ കണ്ടതിൻ്റെ തന്നെ വേറൊരു വേഷൻ, മുകളിലേക്കും താഴേക്കുമാണ് ഞാൻ കൊടുക്കുന്നത്. മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ താഴേക്ക് കൊടുക്കുന്നുണ്ട്, അതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ സൈഡ് ഫാറ്റും അതേപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിനും നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോഴും നമ്മുടെ ഹോൾ ബോഡി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ഹോൾ ബോഡി നമ്മുടെ നന്നായിട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ, അതേപോലെ തന്നെ ആം ഫാറ്റ്, അതേപോലെ തന്നെ ബാക്ക് ഫാറ്റ്. അപ്പം ഇതും നല്ലൊരു വർക്കൗട്ടാണ്, ഞാൻ ഫോളോ ചെയ്തിരുന്ന വർക്കൗട്ടാണ്. അതിനുശേഷം ജോഗിങ്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിളായിട്ട് നമുക്ക് ഒരു ആം വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. ഒരു ആം വന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ ഹിപ്പ് ഒന്ന് മൂവ് ചെയ്യിക്കുന്നുണ്ട്. വളരെ ചെറിയ രീതിയിലാണ് ഹിപ്പ് മൂവ് ചെയ്യിക്കുന്നത്. അബ്ഡോമൻ്റെ ഏരിയ ഞാൻ ചെറുതായിട്ട്, ഹിപ്പല്ല അബ്ഡോമൻ ഏരിയയും ഹിപ്പും ഞാൻ മൂവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം ആ ഭാഗത്തെ ഫാറ്റും അതേപോലെ തന്നെ നമ്മുടെ ആം ഫാറ്റും കുറയ്ക്കാനുള്ള ഒരു കൈൻഡ് ഓഫ്
വർക്കൗട്ടാണ് ഇത്. നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ കുറച്ചീച്ചെ സ്റ്റാമിന കൂടി വരുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ പതിയെ പതിയെ കൂടി വരും. അപ്പം ഇതും ഒരു എന്താ പറയണത്, ഒരു അപ്പർ ബോഡിയുടെ നല്ലൊരു റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ നിർത്താണ്ട് തന്നെ നമ്മൾ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. നമുക്കിപ്പം പെട്ടെന്ന് തന്നെ കൈയുടെ വർക്കൗട്ട് കുറേ നേരം ചെയ്ത് കഴിയുമ്പം ഒരു 10 കൗണ്ട് ആകുമ്പോഴേക്കും നമുക്കൊരു ക്ഷീണം വരും. അപ്പം നമ്മളിങ്ങനെ ജോഗ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫാറ്റ് ബേണിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടും. പതിയെ ബോഡി ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ഏരിയ വൈസ് നമ്മൾ ചെയ്യുമ്പം കണ്ടിന്യൂസ്ലി ആ ഏരിയയിൽ നമുക്ക് പതിയെ 30 കൗണ്ടൊക്കെ പതിയെ എത്തത്തുള്ളൂ. അപ്പോൾ അത് എത്തില്ല എന്നുണ്ടെങ്കിൽ നിർത്തുവാണെങ്കിൽ നിൽക്കരുത്, അതിന് പകരം ഇങ്ങനെ ജോഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ ആം ഷേക്കിങ് വളരെ എളുപ്പമുള്ളതും വളരെ എഫക്റ്റീവായൊരു ആം ഫാറ്റിനുള്ള എക്സസൈസാണ്. നമ്മുടെ ആ ഒരു എക്സ്ട്രാ ഉള്ള ആ ഒരു ഫാറ്റ് പതിയെ ഷെയ്ക്ക് ചെയ്ത് നമ്മൾ ത്രൂ ഔട്ടല്ല കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് കുറയും. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അതായത് ഇതിപ്പം ഞാൻ ഒരു ഇതിലേക്ക് മാത്രം ഒരു പ്രാവശ്യം മാത്രമേ ഞാനിത് മൂവ് ചെയ്യുന്നുള്ളൂ. ഇത് 2 പ്രാവശ്യമാണ് മൂവ് ചെയ്യണം. അപ്പം എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം മൂവ് ചെയ്തിട്ടുള്ളൂ. 2 ആംസും ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യിക്കുന്ന പരിപാടി. ഇതും സെയിം തന്നെ, ആം ഫാറ്റ് പ്ലസ് ബാക്ക് ഫാറ്റ് കേട്ടോ. അതായത് 2 മൂവ് ചെയ്യിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ പ്രാവശ്യം ജസ്റ്റ് നമ്മളുടെ കാല് വൈഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെയും നമ്മൾ എന്താ ചെയ്യുക, ജോഗ് ചെയ്ത് കൊടുക്കുക. ജോഗിങ് മസ്റ്റാണ്, ജോഗ് ചെയ്ത് കൊടുക്കുക, നിർത്തരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് നിൽക്കും. ഇപ്പം തന്നെ നമ്മൾ വിയർത്ത് പപ്പടമാവും കേട്ടോ ഏകദേശം. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ്, അതെങ്കിൽ 2 വോക്ക് ആൻഡ് 4 ജമ്പ് എന്ന് പറയണം. 2 വോക്ക് അല്ല, 4 വോക്സ് ആൻഡ് 4 ജമ്പ് എന്നാണ് പറയണത്. അതായത് കണ്ടോ, 1 2 3 4 അങ്ങനെ 1 2 അങ്ങനെ 4 പ്രാവശ്യം നമ്മൾ ജമ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് 2 പ്രാവശ്യം നമ്മൾ നടക്കും, 4 പ്രാവശ്യം നമ്മൾ ജമ്പ് ചെയ്യും. ഇതും ഒരു യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ്റെ ഒരു രൂപമാണ്. കണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പിന്നെ 4 പ്രാവശ്യം ജമ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ നേരം ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഹോൾ ബോഡിയെ നമ്മൾ ബേസ് ചെയ്തിട്ട് ചെയ്യുവാണല്ലോ. ഇതും നമ്മളുടെ വയറിനും അതേപോലെ തന്നെ നമ്മളുടെ ഓവറോളുള്ള ഫാറ്റ് ബേണിങ്ങിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മളൊരു 30 കൗണ്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ നോക്കുക. 30 കൗണ്ട് ഒന്നും ആദ്യം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കൗണ്ടെങ്കിലും മിനിമം പതിയെ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എക്സസൈസാണ്, കാരണം ചെയ്യാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൗണ്ട് അങ്ങ് എടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ജോഗ് ചെയ്യുന്നു കേട്ടോ. ജോഗ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ 1 മണിക്കൂറിന് മുന്നേ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ചെയ്യാവൂ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്നൊന്നും ചെയ്യരുത്, കുളത്തിൽ പിടിക്കും. ഇടയ്ക്ക് വെള്ളം ചെന്നിട്ട് കുടിക്കരുത്, അപ്പോഴും പ്രശ്നം വരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അപ്പർ ബോഡിയുടെ എക്സസൈസാണ്. നമ്മളുടെ ബാക്ക് ഫാറ്റ് കുറയ്ക്കുവാനും അതേപോലെ തന്നെ കൈയുടെ ഫാറ്റിനും അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബെല്ലി ഫാറ്റും മാക്സിമം നമ്മളുടെ കോറില്ലേ, നമ്മുടെ അബ്ഡോമൻ്റെ കോറൊന്ന് എൻഗേജ്ഡ് ആയിട്ട് തന്നെ പിടിക്കാൻ നോക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ ആ ഒരു എന്താ പറയണത് സ്ട്രെങ്തനിങ് വരും. അവിടെ ഈസി ആയിട്ട് പിടിക്കാണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം ഒന്ന് നമ്മുടെ വയറൊന്ന് കോറില്ല അബ്ഡോമൻ്റെ ആ ഒരു നടുക്കത്തെ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ചെയ്യുക. ഇതും നല്ലൊരു എക്സസൈസാണ്, നമ്മളുടെ അപ്പർ ബോഡിക്കുള്ള എക്സസൈസാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നമ്മൾ നമ്മൾ ജോഗ് ചെയ്ത് കൊടുക്കുക. ഈ ജോഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കാണണ്ട, ഇത് വളരെ നല്ലൊരു യൂണിവേഴ്സൽ റിഡക്ഷൻ തന്നെയാണ്. അതുകൊണ്ടിട്ട് ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ നിന്ന് പോകരുത് കേട്ടോ, ഇടയ്ക്ക് വെച്ച് നിൽക്കാണ്ട് തന്നെ ജോഗ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇടി, നല്ല രസമല്ലേ, ഏതെങ്കിലും വൈരാഗ്യമുള്ള ആരെങ്കിലും പറ്റി ഓർത്തിട്ട് നല്ല ഇടി മോന്തയ്ക്കിട്ട് നോക്കി കൊടുക്കുന്നത് അങ്ങോട്ട് ഓർത്താൽ മതി. അപ്പം നമുക്ക് കുറച്ചും കൂടി ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റും. ഇതും നമ്മളുടെ കൈക്കുള്ളതും നമ്മളുടെ ബാക്ക് ഫാറ്റിനുള്ളതും അതേപോലെ തന്നെ നമ്മളുടെ ഈ പെണ്ണുങ്ങളുടെയൊക്കെ നമുക്കറിയാമല്ലോ, ഈ എബ്ഡോമൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും, അതിനുള്ളൊരു നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ. നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യിക്കാൻ നോക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യരുത്. എങ്ങനെ ഒരു ഡാൻസൊക്കെ കളിക്കുന്ന പോലെ ഒന്ന് ഇളക്കി തന്നെ ചെയ്തോളൂ, എങ്കിൽ മാത്രം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് വരത്തുള്ളൂ കേട്ടോ. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ, ആരെയും നോക്കണ്ട, അങ്ങ് ചെയ്തോളൂ.
അതിനുശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് ജോഗ് ചെയ്യുക കേട്ടോ. ശരിക്കും എനിക്ക് കുറേ നാൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പം ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ 2-ാം ദിവസമായപ്പോൾ ഒന്നും ഓക്കെ, 3-ാം ദിവസമായപ്പം ഒരു ആയി വരുന്നു അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടിട്ട് ആദ്യം ചെയ്യുമ്പോൾ നല്ല നമുക്ക് ക്ഷീണം തോന്നും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്റ്റാമിന എല്ലാം പോയി കിടക്കുവാണെന്ന് കേട്ടോ. പിന്നെ നമ്മളിത് ചെയ്യുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് വെയിറ്റ് ഒന്നും നോക്കണ്ട കേട്ടോ. ജസ്റ്റ് നമ്മുടെ സ്റ്റാമിന കൂട്ടണം, അത്രയേ ഉള്ളൂ. 2-3 മാസം കഴിഞ്ഞാലൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം എന്താ പറയണത്, നിരാശരാകും വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് വെയിങ് മെഷീനൊക്കെ മാറ്റി വെച്ചേക്കൂ. ഇത് നമുക്കറിയാമല്ലോ, പെൻഡുലം സിങ്സ് നമ്മുടെ ക്ലോക്കിൻ്റെ പെൻഡുലം കിടന്ന്, പണ്ടത്തെ ക്ലോക്കിൻ്റെ പെൻഡുലം കിടന്ന് കാണിക്കുന്ന പോലെയുള്ളൊരു എക്സസൈസ്. ഇതും വളരെ നല്ലതാണ്, തമാശയല്ല. ഇതും നമ്മളുടെ അബ്ഡോമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈഡ് കർവൊക്കെ വരാൻ ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് കേട്ടോ. ഇതും ഒരു മാക്സിമം കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പെൻഡുലം സിങ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ഫോർ ഗെറ്റിംഗ് എന്താ പറയണത്, അബ്ഡോമിൻ നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പെൻഡുലം സിങ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഏകദേശം ക്ഷീണിച്ചു. എൻ്റെ എന്താ പറയണത്, വിയർപ്പൊക്കെ എൻ്റെ നെറ്റിയിൽ നിന്നൊക്കെ പൊടിഞ്ഞു തുടങ്ങി. ഇനിയിപ്പം നമ്മളുടെ കർവ് വരാനുള്ള എക്സസൈസ് വളരെ എളുപ്പവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല ഇതെല്ലാവർക്കും. എനിക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ, എന്തോ തെന്നിപ്പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കണക്കിനാണ് ചെയ്യുന്നത്. നമ്മളുടെ സൈഡ് കർവ്സിന് ബെസ്റ്റാണ്. ഇപ്പം ട്വിസ്റ്റേഴ്സൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്, അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതില്ലാത്തവർക്കും ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. എവിടെയെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അതായാലും മതി കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ കൈയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കൊടുക്കുക. ഇതിന് നമുക്ക് ആം സിസേഴ്സ് വെച്ചിട്ട് ചെയ്യാം. ട്വിസ്റ്റേഴ്സ് എലോങ് വിത്ത് ആം സിസർ ആണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതും ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ്, നല്ല ഷേപ്പുള്ളൊരു അബ്ഡോമിൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു കർവ് കിട്ടാൻ വേണ്ടി, കർവി സ്റ്റൊമക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് നമ്മുടെ ട്വിസ്റ്റേഴ്സ്. നമ്മുടെ സൈഡ് ഫാറ്റൊക്കെ നന്നായിട്ട് കുറയും. നമ്മുടെ ലോവർ ബോഡിക്കും നല്ലത് തന്നെയാണ് കേട്ടോ. ലോവർ അബ്ഡോമിൻ ഫാറ്റ് കുറയാനും നല്ലത് തന്നെയാണ് ട്വിസ്റ്റേഴ്സ്. അതിനുശേഷം എഗെയിൻ ജോഗ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിർത്താണ്ട് ജോഗ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് എന്താ പറയുക, ഒരു മ്യൂസിക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഞാനിപ്പോൾ വേറെ പാട്ടൊന്നും ഇടാത്തത് കോപ്പിറൈറ്റ് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നിങ്ങളോട് കാര്യം പറയേണ്ടത് അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതിനെ പറയുന്നത് എന്താണ്, ജമ്പിങ് ജാക്സ്. എല്ലാവർക്കും അറിയാൻ പറ്റും. ജമ്പിങ് ജാക്സ് കാണുന്ന പോലെ എനിക്കത്ര എളുപ്പമായിരുന്നില്ല. നല്ല രീതിയിൽ കിടന്നിട്ട് പട്ടി കഥയ്ക്കും പോലെ കഥയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതും നമ്മളുടെ ഒരു യൂണിവേഴ്സൽ മാസ് റിഡക്ഷനാണ്. പ്രത്യേകിച്ച് പറയേണ്ട ഒരുപാട് റിസൾട്ടുള്ള ഒരു എക്സസൈസാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം വയറ് സാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏകദേശം നമ്മളൊന്ന് എന്താ പറയുക, സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കോർ എപ്പോഴും കുറച്ചിങ്ങനെ നമ്മൾ ഒട്ടിച്ച് പിടിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഈ ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യുമ്പം നല്ല റിസൾട്ട് വരും. ഇനി അടുത്തതാണ് കോറ് നമ്മൾ ശരിക്കും എൻഗേജ്ഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുക. ത്രോയിങ് ആണ്. ഞാൻ ത്രോ ചെയ്യുന്നില്ല, ഞാൻ നമ്മളുടെ ടച്ചാണ് ചെയ്യുന്നത്. നമ്മളുടെ നീ ടച്ചാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നീ ടച്ച് അല്ല, നമ്മുടെ ടോ ടച്ചാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ടോ ടച്ച് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പം ശരിക്കും ത്രോയിങ് ആയിട്ട് ചെയ്താൽ കൈക്കൊരു എക്സസൈസ് ആയിട്ട് കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് ത്രോയിങ്, അറിയാമല്ലോ. ഇതും നമുക്ക് അബ്ഡോമിൻ്റെ ഒരു വർക്കൗട്ടാണ്. നമുക്ക് നല്ല ഷേപ്പുള്ള അബ്ഡോമിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. പിന്നെ അടുത്ത എക്സസൈസാണ് നമ്മളുടെ ഈ പറഞ്ഞതുപോലെ സൈഡ് ക്രഞ്ചസ് കേട്ടോ. ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസാണ്. നല്ല കർവി സ്റ്റൊമക്ക് കിട്ടാനുള്ള ഒരു നല്ല ബെസ്റ്റ് എക്സസൈസാണ് സൈഡ് ക്രഞ്ചസ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ, അത് ക്രഞ്ചസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ജോഗ് ചെയ്തു കണ്ടോ. ഇത് തന്നെ ആദ്യത്തേതിലേക്ക് 4 പ്രാവശ്യം, പിന്നെ ഇങ്ങനെ ഒരു 8 കൗണ്ട് വരെ ഞാൻ ചെയ്തായിരുന്നു. ഇത് നമുക്ക് വളരെ നല്ലതാണ്. സൈഡിലെ ഫാറ്റും കാര്യങ്ങളൊക്കെ കുറയും. അതേപോലെ തന്നെ യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ തന്നെയാണിത്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഇന്ന് ചെയ്ത എക്സസൈസ്. ഇത്തരം വർക്കൗട്ട്സാണ് ഞാൻ ചെയ്തത്. സമാധാനം യുറിക്ക സക്സസ് ആയി. അതിനുശേഷം എനിക്ക് വളരെയധികം നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഒരെണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ. അപ്പം ആ ഒരു എക്സസൈസാണ് ഇത്. ഞാൻ ഓർബിറ്റ് ട്രക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് ചെയ്യണം തോന്നി, അപ്പം ഞാൻ വന്ന് ചെയ്തതാണ്. ഓർബിറ്റ് ട്രക്ക് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, നമ്മളൊരു ഡാൻസ് സ്റ്റെപ്പ് പോലെ നമ്മൾ ചെയ്യുവാണ്. ഇതും നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി, നമുക്ക് കർവി സ്റ്റൊമക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസാണ്. അതേപോലെ തന്നെ ആം ഫാറ്റിനും നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ നോക്കുക. ആദ്യം പതിയെ ചെയ്തിട്ട് നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മളുടെ ആ ഒരു ഹിപ്പ് നല്ല ഷേപ്പാവും. അതേപോലെ തന്നെ നമ്മുടെ കർവി സ്റ്റൊമക്കും അങ്ങനത്തെ ഉള്ളതിനൊക്കെ ബെസ്റ്റ് എക്സസൈസാണ് കേട്ടോ.
പിന്നെ ദേ നമ്മളുടെ ഓർബിറ്റ് ട്രക്ക്, ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ലൊരു എയറോബിക് എക്സസൈസാണ്. അധികം നേരം ഞാൻ ചെയ്തില്ല കേട്ടോ, കാരണം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഞാൻ പരിപ്പിളകണ പോലെ. അപ്പോൾ കുറച്ച് നേരമേ ചെയ്തുള്ളൂ. ഇന്ന് മെയിനായിട്ട് മറ്റ് എക്സസൈസൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പം ഇത് ഇനിയിപ്പം നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വർക്കൗട്ട്സും അതേപോലെ തന്നെ ഫുഡിൻ്റെ ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഫുഡ് ഡയറ്റ് കൺട്രോളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ചെറിയ രീതിയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് പോർഷൻ കുറച്ച് കഴിക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെയിറ്റ് ലോസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് ബോഡി ഒന്ന് മൂവ് ചെയ്യിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, സി യു.